ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ എപ്പിസോഡ് ഇപ്പോൾ നാളെ എത്രയാകും? 2000 കേട്ടോ. ഇച്ചോടെ വലിയൊരു അനുഗ്രഹമാണ്. നാളെ ബ്രദേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു, ചെറിയൊരു പ്രൊമോയൊക്കെ നിങ്ങൾക്കത് നാളെയും ഇന്നൊക്കെ ആയിട്ട് കാണാം കേട്ടോ. പ്രൈസ് അല്ലോ. ഇന്ന് അതുകൊണ്ട് ഇന്നലത്തെ സാക്ഷി നിങ്ങൾ കേൾക്കണേ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേക ആശീർവാദം 2000-ൽ എത്തുന്നില്ല, 999 ആശീർവാദം തരാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നലെ സാക്ഷ്യം വായിക്കാം. 2 അറിയിപ്പുകൾ ഉണ്ടോയെന്ന് പറയാൻ ഒന്നുള്ളത്. നമുക്ക് ഈ ആഴ്ച കുറവിലങ്ങാട് സായാഹ്ന കൺവെൻഷൻ 2ാം വെള്ളിയാഴ്ച ഉണ്ട്. പക്ഷേ ഞാൻ അതിന് എത്തിയല്ല. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഞങ്ങൾ വാർഷിക ധ്യാനത്തിലാണ്. ഈ ഒരാഴ്ച വേറെ ഒരു കോൺടാക്റ്റും ഇല്ല. ഫുൾ വാർഷിക ധ്യാനം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ വാർഷിക ധ്യാനത്തിന് കയറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രത്യേകം ക്ഷണിക്കുന്നത്. നോബിൾ അച്ഛൻ അതിന് നേതൃത്വം കൊടുക്കും കേട്ടോ. ഞാൻ എല്ലാത്തപ്പോൾ നോബിൾ അച്ഛനാണ് സാധാരണ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അഭിഷേകാന്തി സിസ്റ്റേഴ്സിന് യൂത്തിൻ്റെ ധ്യാനം ഏപ്രിൽ 28 മുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഹിയോൻ്റെ കൺവെൻഷൻ ഒരു ഡേറ്റ് വ്യത്യാസം ഒന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ 29 മുതൽ മെയ് 4 വരെ അങ്ങനെയായിരിക്കും ധ്യാനം. ഞാൻ ആ കാർഡും കൂടി നിട്ടേക്കാം കേട്ടോ. പ്രൈസല്ലോ. നമുക്കൊരു സാക്ഷ്യം വായിച്ചാൽ പ്രത്യേകമാണ് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. വിശ്വാസം അനുഗ്രഹിക്കട്ടെ. സ്നേഹബഹുമാനപ്പെട്ട ബിനോയിച്ച, ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. ഇത് സാക്ഷി എഴുതി അയച്ചിരിക്കുന്നത് 2 ഡോക്ടർമാരാണ് കേട്ടോ. വൈഫ് ഡോക്ടർ ബ്ലെസ്സി, ഹസ്ബൻഡും ഡോക്ടറാണ്. അവരുടെ സാക്ഷിയാണ്. പലതരത്തിലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കണം. ഞങ്ങൾ പല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ 5 പ്രാവശ്യം ഞങ്ങൾ പ്രഗ്നൻ്റ് ആവുകയും 2ാം മാസം മിസ്കാരേജ് ആവുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ബിനോയച്ചനെ കാണാൻ വേണ്ടി വന്നിരുന്നു. അങ്ങനെ അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മക്കളെ കർത്താവ് നൽകി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ടോക്ക് സ്ഥിരമായി കാണാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഡെയിലി ടോക്കിൽ എല്ലാ 100ാമത്തെ എപ്പിസോഡുകളും ഗർഭിണികൾക്കും മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയാണല്ലോ. ഞങ്ങൾ എല്ലാ 100ാമത്തെ എപ്പിസോഡും ഡെയിലി കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞായറാഴ്ച ശാലോമിൽ അഭിഷേകാന്തി പ്രോഗ്രാമും ഞങ്ങൾ ഫാമിലി ഒരുമിച്ച് സ്ഥിരമായി കേൾക്കുമായിരുന്നു. അതിന് ഫലമായി 2022 മെയ് മാസത്തിൽ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. അന്ന് മുതൽ ഓരോ മാസവും ഡെയിലി ടോക്കിലെ 1199, 1300 അങ്ങനത്തെ ഓരോ ടോക്കുകളിലെ എപ്പിസോഡുകൾ ഞാനും 100ാമത്തെ മറ്റ് എപ്പിസോഡുകൾ അമ്മയും 7 പ്രാവശ്യം അങ്ങനെയാണ്. അമ്മ 7 പ്രാവശ്യം വെച്ച് 7 ദിവസം വീതം 9 മാസവും കണ്ട് പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ ആരോഗ്യമുള്ള കൊച്ചിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കർത്താവ് ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് സാക്ഷി എഴുതി അയച്ചിരിക്കുകയാണ്. ദൈവത്തിന് 1000 നന്ദി. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നോക്കി എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ ഇല്ലാത്തവർക്ക് വേണ്ടി ഇങ്ങനെ മിസ്കാരേജ് ആയി പോകുന്നു. വീണ്ടും കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ആഗ്രഹിച്ച് പക്ഷേ ലഭിക്കുന്നില്ല. ഡെലിവറിക്ക് ഒരുങ്ങുന്നവർ, അതിനെല്ലാത്തിനും വേണ്ടിയൊരു ആശീർവാദമാണ് കേട്ടോ. പ്രൈസ്. അതിന് വചനം പറയാം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ദൈവഹിതം അറിയേണ്ടേ എന്നുള്ളതാണ് തലക്കെട്ട്. റോമാലേഖനം 2ാമത്തെ അധ്യായത്തിന് 18ാമത്തെ ആ ഭാഗം നിങ്ങൾ വായിക്കണം. അവിടെ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: നീ നിയമം പഠിച്ചിട്ടുള്ളതിനാൽ ദൈവഹിതം അറിയുകയും ശ്രേഷ്ഠമായതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിയോ എൻ്റെ സഹോദരങ്ങൾ, അതിൻ്റെ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിയമം എന്നിട്ട് നീ നിയമമൊക്കെ പറഞ്ഞു കൊടുത്ത് നീ തന്നെ നിയമം ലംഘിക്കുകയാണോ എന്നൊക്കെ പൗലോസ് ചോദിക്കുന്നുണ്ട് ഒരു കോണ്ടെക്സ്റ്റിലാണ്. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവഹിതം നമുക്ക് അറിയാനുള്ള എളുപ്പമാർഗ്ഗമെന്ന് പറഞ്ഞാൽ നമ്മൾ വചനം പഠിക്കുക എന്നുള്ളതാണ്. വചനം അറിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ജ്ഞാനം ധാരാളമായിട്ട് നിറയും. കാരണം വചനം വഴി ജ്ഞാനം നിറയും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ ദൈവഹിതം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ ഓരോ പ്രവർത്തനം ചെല്ലുമ്പോൾ ഇതിൻ്റെ വചനം എന്തായിരിക്കും, ഇതിന് അങ്ങനെ നോക്കാൻ പറ്റുകയില്ല. പക്ഷേ നമ്മൾ വചനം പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ദൈവഹിതം പറയാൻ പറ്റും. അതേപോലെ ശ്രേഷ്ഠമായി അംഗീകരിക്കാനും പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപകാരപ്രദം എന്ന് മാത്രമല്ല, ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ദൈവത്തിന് പ്രീതികരമായ, നമുക്ക് നല്ലത് അല്ലേ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും നല്ലത്, ആ ഒരു അർത്ഥത്തിൽ ജീവിക്കാൻ ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് വചനം. നിങ്ങൾ എന്ത് ചോദിക്കുമോ, നിങ്ങൾ വചനം പഠിക്കും തോറും നിങ്ങളുടെ തീരുമാനങ്ങൾ കറക്റ്റായിട്ട് വരും. അതേപോലെ തന്നെ നമ്മുടെ മറുപടികൾ കറക്റ്റായിട്ട് വരും. എല്ലാത്തിലും ഒരു ഭയങ്കര വ്യത്യാസം സംഭവിക്കും. ദൈവഹിതം അറിയാൻ പറ്റും. എല്ലാത്തിലും ദൈവഹിതം. എന്തൊരു ജീവിതം അല്ലേ. അതുകൊണ്ട് വചനം ആവർത്തിച്ച് വായിക്കണം കേട്ടോ. ഹല്ലേലൂയ. കുറച്ച് വായിച്ചാൽ കുറച്ച്, ഫുള്ള് വായിച്ചാൽ ഫുള്ള്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വീണ്ടും വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ അത്ഭുതകരമായി കർത്താവെ അവിടുന്ന് നയിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് പ്രത്യേകിച്ച് ദൈവമേ അർപ്പിച്ച വിശുദ്ധ കുർബാനകളിലെല്ലാം ഇന്നത്തെ ഒരു പ്രത്യേക നിയോഗം ഓർത്തിട്ടുണ്ടല്ലോ. എൻ്റെ പിതാവേ, മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ 2 പേർ ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരുമെന്ന വചനത്തിൽ വിശ്വസിച്ചപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, മക്കളില്ലാത്ത ദമ്പതികൾക്ക് യേശുവിൻ്റെ നാമത്തിൽ മക്കൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു.
അതേപോലെ തന്നെ കർത്താവായ ദൈവമേ തുടരെ അബോഷനായിട്ട് പോകുന്നു, ഇന്ന് സാക്ഷ്യത്തെ കേട്ടത് അതുപോലത്തേക്കുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗപീഠ ബന്ധനം വിട്ടുപോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നോർമലായിട്ട് മക്കളുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ് ഡെലിവറിക്കായിട്ട് ഒരുങ്ങുന്ന, പ്രത്യേകിച്ച് അമ്മമാരങ്ങനെ ഒരുങ്ങുന്ന ഓരോരുത്തരെ ആശീർവദിക്കുന്നു. മാലാഖമാരെ പരിശുദ്ധമേ അടുത്ത് ചെല്ലണമേ. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് ബാക്കി കോംപ്ലിക്കേഷൻസും ഞെരുക്കങ്ങളൊക്കെ മാറി കൃപയോടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ അനുഗ്രഹിക്കണം. ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കും. കർത്താവായ ദൈവമേ, വീണ്ടും കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്തവരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മക്കളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. മക്കൾ ജനിക്കുന്ന തടസ്സമായി എന്തെങ്കിലും തരം പൈശാചിക ബന്ധനങ്ങളോ രോഗപീഠകളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ യേശു നാമത്തിൽ ബന്ധം വിട്ടുമാറട്ടെ. കർത്താവ് ശരീരത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നീ അനുഗ്രഹിക്കുന്നതിന് ഞാനും അനുഗ്രഹ വചനം ഓർക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.